ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്യൂട്ടിഫുൾ ലൈഫ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റാണ്, രസഗുള്ള. എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവുമല്ലോ, രസഗുള്ള എന്ന് പറഞ്ഞൊരു ബംഗാളി സ്വീറ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല ഫാറ്റുള്ള 1 ലിറ്റർ പാല്, അതായത് മിൽമയുടെ ആണെങ്കിൽ ആ ഓറഞ്ച് കവർ, അല്ലെങ്കിൽ പശുവും പാല് നല്ല ഫാറ്റുള്ളത് 1 ലിറ്റർ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ 1 ലിറ്ററിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് 1 ലിറ്റർ പാല്, ഞാനിപ്പോൾ മിൽമയുടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഓറഞ്ച് കളറിലെ. അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനിയിപ്പോൾ പാലൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഈ കണ്ടോ, പാല് നല്ല തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിടാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ പാലിപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു 2 to 5 മിനിറ്റ് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടങ്ങട, പെട്ടെന്നുള്ള തിളയുടെ ഒരു ചൂടുണ്ടല്ലോ, അതൊന്ന് കുറഞ്ഞ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ നാരങ്ങ നീര് ഓരോ സ്പൂണായിട്ട് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, അല്ലെങ്കിൽ വലിയ വലിയ കട്ടകളാവും. അതുകൊണ്ടാണ് ഓരോ സ്പൂണായിട്ട് നമ്മളിതിങ്ങനെ മെല്ലെ ചേർത്ത് കൊടുക്കുക. പതുക്കെ പതുക്കെ അതിങ്ങനെ കേർഡിലായിട്ട് വരും. കുറച്ച് അല്പമായിട്ട് ചേർത്ത് കൊടുക്കുക. ഉണ്ടോ, ചെറുതായിട്ട് അതൊന്ന് ഓരോ പാല് പോലെ ഇരിക്കും. അത് കേർഡിലായി വരുന്ന ഒരു സമയം എടുക്കാനായിട്ട് കുറച്ച് അല്പം ചേർത്ത് ഇങ്ങനെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്കത് കേർഡിലായില്ല, നിങ്ങളുടെ ആ പാല് കേർഡിലായിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു നാരങ്ങ നീരെടുത്തിട്ട്, ഉണ്ടോ, ഇതിപ്പോൾ കേർഡിലായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ നാരങ്ങ നീരും കൂടെ എടുത്തിട്ട് ഒന്ന് ചെയ്താൽ, അത് ഓരോ പാലും ഒക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. നിങ്ങളെടുക്കുന്ന നാരങ്ങയുടെ ആസിഡിറ്റി, ആ ഒരു അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ഇതിപ്പോൾ ഇതിൻ്റെ കേർഡിലായി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, ഇതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് എൻ്റെ അടുത്തുള്ള ഒരു കുറച്ച് നാരങ്ങ നീരും കൂടെ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ പെട്ടെന്ന് ഫൈനലി നമുക്കൊരു നല്ല കേർഡിലും കിട്ടും. ഉണ്ടോ, അത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കേർഡിലായി വന്നിട്ടുണ്ട്. ഇപ്പം ഇതേപോലെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടോ, ഫുൾ കേർഡിലായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു തുണിയിലേക്ക്, ഒരു കോട്ടൻ്റെ ഒരു വെള്ള തുണി എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മസ്ലിൻ തുണിയോ, അത് അതിൽ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇതിനെ തുണി നമ്മൾ ഒരു നല്ല വെള്ള തുണി നമ്മൾ എടുത്ത് വയ്ക്കാം, മസ്ലിനോ കോട്ടൺ ക്ലോത്ത്. അതിലേക്ക് നമുക്ക് ഈ നമ്മുടെ ഈ പാല് പിരിഞ്ഞത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് അരിച്ചെടുക്കണം. ഇതേപോലെ അതിലിങ്ങനെ അരിച്ചെടുക്കണം. കുറച്ച് നല്ല തണുത്ത വെള്ളം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം, ഒഴിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു നാരങ്ങയുടെയൊക്കെ ചെറിയ എന്തെങ്കിലും പുളിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. അപ്പോൾ ഈ തണുത്ത വെള്ളം കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നമുക്കിനി ഒന്ന് കെട്ടി തൂക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഈ തുണിയിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് നേരം, 1 മണിക്കൂറോളം ഇത് എവിടെയെങ്കിലും ഒന്ന് കെട്ടിയിടാം. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ അങ്ങ് ഫുള്ളായിട്ട് വാർന്നു പോകാനായിട്ട് നന്നായിട്ട് വേണമെങ്കിൽ ഒരു സിങ്കിൻ്റെ മുകളിൽ പൈപ്പിലേക്കായിട്ടൊക്കെ ഇങ്ങനെ കെട്ടിയിടാം. അപ്പോൾ വെള്ളം ഇങ്ങനെ താഴേക്ക് സിങ്കിലേക്ക് പൊക്കോളും. അപ്പോൾ 1 മണിക്കൂറോളം ഇതിങ്ങനെ ഒന്ന് കെട്ടി വയ്ക്കുക. അപ്പോൾ അത് ഞാൻ ആ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കിട്ടിയ ആ പനീർ നന്നായിട്ടൊന്ന് 3 മിനിറ്റോളം എങ്കിലും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കണം. 3 മിനിറ്റെങ്കിലും ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ആ കട്ടകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് പോയി കിട്ടുള്ളൂ. ഇങ്ങനെ നന്നായിട്ട് ചെയ്യുക, ചെറുതായിട്ട് പ്രസ് ചെയ്യുക, ഓവറല്ല. ഇങ്ങനെ നന്നായിട്ട് കട്ടയൊക്കെ പോകാൻ പാകത്തിന് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ നന്നായിട്ട് കുഴച്ച് ഇതിനെ ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ബോൾസ് നമ്മൾ ഉണ്ടാക്കണം. ബിക്കോസ് ഇത് നമ്മൾ ആ ഷുഗർ സിറപ്പിൽ ഇടാനുള്ളതാണ്. അപ്പോൾ ഷുഗർ സിറപ്പിൽ ഇടുമ്പോൾ ഇത് ഒന്നും കൂടെ നന്നായിട്ട് പൊങ്ങും. കുറച്ച് നേരം ഷുഗർ സിറപ്പിൽ കിടന്ന് വേകാനുള്ള. അപ്പോൾ ചെറിയ ബോൾസ് എടുക്കുക.
നമ്മൾ ക്രാക്കുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ക്രാക്ക് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും അതിനെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. അതായത് ക്രാക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ആക്കണം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഒരു ബോൾ. അതുപോലെ തന്നെ നമ്മൾ കുറേ ബോൾസ് ഈ മാവ് ഇതുകൊണ്ട് എത്ര ബോൾസ് ഉണ്ടാക്കാൻ കഴിയുമോ അത്രയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഇതിലേക്കൊരു 13 ഒരേ സൈസിലുള്ള ബോൾസായിട്ടാണ് ഞാൻ അതിനെ ഉരുട്ടി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി കുറച്ച് നേരം ഒരു നനഞ്ഞ തുണി വെച്ച് ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ മറ്റേ ഷുഗർ സിറപ്പിന് വേണ്ടി നമ്മൾ തിളപ്പിക്കുന്നുണ്ടല്ലോ, അതിലിടാനുള്ള പഞ്ചസാര പാനി. അപ്പോൾ അത് തിളച്ച് വരുന്നത് വരെ നമുക്കിതിനെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇപ്പോൾ 2 കപ്പ് പഞ്ചസാരയ്ക്ക് 4 കപ്പ് വെള്ളവും ഒരു 3 ഏലക്കായും കൂടെ ചേർത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ വെള്ളവും പഞ്ചസാരയും കൂടെ ഉള്ളത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ ഓരോ ബോൾസും അതിലേക്ക് ഇടാം. പനീർ ഞാൻ അതിലേക്ക് എല്ലാം നമ്മുടെ ബോൾസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാത്രം എടുക്കുമ്പോഴും അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക. ഓവർ ക്രൗഡഡായിട്ട് കിടക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതൊരു അതിൻ്റെ ഇരട്ടി സൈസാവും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കിടന്നൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വിടാം. ഒരു ഇടയ്ക്കൊരു 5 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് വീണ്ടും നോക്കണം. 10 മിനിറ്റ് ഇത് എന്തായാലും തിളയ്ക്കണം നന്നായിട്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പാത്രം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് വീണ്ടും അടച്ച് തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാണിക്കാനായിട്ട് ഞാൻ തുറന്ന് കാണിക്കാം. കണ്ടോ, കുറച്ച് വലിയ ഇരട്ടി സൈസിലേക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റും കൂടെ വേവിക്കണം. ഇത് ആവിയിൽ കൂടെ അടച്ച് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ആവി കൂടെ കയറിയിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് വേകാൻ വേണ്ടിയാണ്. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിത് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കണം. ഇത് നമ്മളൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. നന്നായിട്ട് ആ ഷുഗർ സിറപ്പൊക്കെ അബ്സോർബ് ചെയ്തിട്ട് തൽക്കാലം നമുക്കിത് 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് കുറച്ച് നേരം ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യിപ്പിക്കാം നമുക്ക്. അപ്പോൾ ഇത് കണ്ടോ, നമ്മളൊരു വേറെ പാത്രത്തിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സ്വീറ്റാണ്. അത്ര ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊന്നും ഇതിലില്ലല്ലോ. നമുക്ക് വേഗം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വേണ്ടത് കുറച്ച് പാല് ആവശ്യമുണ്ട്, പഞ്ചസാര ആവശ്യമുണ്ട്. ഈ 2 ഇൻഗ്രീഡിയൻസും കുറച്ച് ഏലക്കയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യുമല്ലോ. പിന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആൻഡ് ഓൾസോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ബ്യൂട്ടിഫുൾ ലൈഫ്. അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ദിസ് ഇസ് ബൈ ഫ്രം ബ്യൂട്ടിഫുൾ ലൈഫ്.